ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂലൈ മാസ ഫലം. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ആവശ്യമുള്ള ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതായത് വലിയ വലിയ കഷ്ടകാലങ്ങളിൽ ചെന്ന് പെടാതിരിക്കുവാൻ അത് അനിവാര്യമാണ്. കഷ്ടകാലമാണല്ലോ എന്ന് വിചാരിച്ച് പ്രവർത്തിക്കാതിരിക്കണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട എന്നല്ല അതിൻ്റെ കണക്കാക്കേണ്ടത്. അതായത് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയും ഗുരു ഉപദേശവും ദോഷങ്ങളില്ലാതെയാക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാതാപിതാക്കളായാലും ഉത്തമ സുഹൃത്തുക്കളും ഉത്തമ ഗുരുക്കന്മാരുടെയും വാക്കുകൾ നിഷ്ഫലമാകുകയില്ല. ശ്രദ്ധയോടെ കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ദുരിതങ്ങൾ അധികരിക്കാതെയും വന്നു ചേർന്ന ദുരിതങ്ങൾ മാറുന്നതിനും ഭാഗ്യങ്ങൾ ഉണ്ടാകും. ധനു രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയുടെ അധിപനും സുഖസ്ഥാനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം ഉച്ചരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും അനുഭവത്തിൽ വരുമ്പോൾ അത് അഷ്ടമം എന്ന ഭാവമാണ്. അഷ്ടമഭാവത്തിൽ നിൽക്കുമ്പോൾ പല വിധത്തിലുള്ള നഷ്ടങ്ങളും കഷ്ടതകളും ഉണ്ടാകാം. എന്നിരുന്നാലും അധിക കഷ്ടതകളൊന്നും സൂചകമല്ല. അതുപോലെ തന്നെ ഉച്ചം ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രഹമായതിനാൽ അധിക ദോഷാവസ്ഥകൾ തരികയില്ല. അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ടാകും. കടങ്ങൾ വീടുന്നതിനൊക്കെ യോഗമുണ്ട്. അതായത് ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ പൂർണ്ണ ദൃഷ്ടി ഉണ്ട്. ദൈവാധീനം കൊണ്ട് അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ധനം ദുർബുദ്ധി മൂലം അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ പറ്റാതെ വന്ന് വലിയ നാശനഷ്ടങ്ങളിലേക്ക് പോകാതിരിക്കുവാനാണ് ഞാൻ ഇത് ഉപദേശിക്കുന്നത്. നിങ്ങളിൽ ഓരോരുത്തർക്കും അപ്രതീക്ഷിതമായ ധനം വരുമ്പോൾ നിങ്ങൾ കരുതിയേക്കാം, എന്നും ഇങ്ങനെ വന്നുകൊള്ളൂ, അത് നടപ്പുണ്ടായെന്ന് വരികയില്ല. വന്നു ചേർന്ന ധനം അധിക പലിശ കിട്ടുമെന്നോ അധിക വാഗ്ദാനങ്ങൾ നൽകിയോ കുൽസിത ബുദ്ധിക്കാരായിരിക്കുന്ന ആൾക്കാർ അത് കൈക്കലാക്കും. പിന്നീട് അത് കൊടുത്തത് പോലും കിട്ടുകയില്ലാത്ത അവസ്ഥ വരും. ജാമ്യം നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ കരാറുടമ്പടികളിൽ ഒപ്പുവെക്കുക. ദീർഘനാളുകളിലേക്കൊക്കെ ഉള്ള കരാറുടമ്പടികളിൽ ലോഹ്യത്തിൽ ഒപ്പുവെപ്പിച്ച് ജാമ്യം നിർത്തി ഒക്കെ വഞ്ചിതരാകാതെ വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രമല്ല ഓരോ വ്യക്തികളും നഷ്ടങ്ങളിലും കഷ്ടതകളിലും പെട്ടുപോകുന്നത്. വലിയ തുക കടം മേടിച്ച് ആഡംബര വീടുകൾ പണിയുകയും ആഡംബര വാഹനങ്ങൾ വാങ്ങുക. സാധാരണ വാഹനങ്ങളൊക്കെ വാങ്ങുന്നതാണ് കടം മേടിച്ചൊക്കെ എല്ലാവരും. അതൊക്കെ വീടി പോവുകയും ചെയ്യും. എന്നാൽ ആഡംബരം കാണിച്ച് ജീവിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. അത് വലിയ വലിയ ആപത്തിലേക്ക് ചെന്നുപെടാതെ ശ്രദ്ധിക്കണം. വീടൊക്കെ പണയം വെച്ചാൽ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വന്നേക്കാം. അങ്ങനെയൊക്കെയുള്ള സമയമാണ്. മുൻകാലങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുള്ളവർ ഈ സമയം വരുമ്പോൾ അതിൻ്റെ ദുഃഖം അനുഭവിക്കാം. അതായത് കണ്ടകശനിയൊക്കെയാണ്. കണ്ടകശനി സുഖസ്ഥാനം, അതായത് വീടിനെ സൂചിപ്പിക്കുന്ന ഭാവം. മാതാസുഹൃത്ത് മാതുലഭാഗിനെയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ലാളിത്യമമ്പായ സൈനന്യവൃത്തി പാർശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാത് എന്ന പ്രമാണപ്രകാരം മാതാവിനും മാതൃ കുടുംബവുമായി ബന്ധപ്പെട്ടുമൊക്കെ അതീവ ദുഃഖം, ദുരിതങ്ങൾ ഈ ധനു രാശിക്കാർക്ക് വന്നു ചേർന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. ഭക്ഷണകാര്യങ്ങളിലും ദിനചര്യയുടെ കാര്യത്തിലും കൃത്യനിഷ്ഠയോടുകൂടിയും പ്രാർത്ഥനയും ജപവും ധ്യാനവും അവരവരുടെ മത ആചാരപ്രകാരം ചെയ്യുക. ദോഷങ്ങളൊക്കെ അകന്നു പോകും. തൊഴിൽ വിജയങ്ങളൊക്കെ അതുമൂലം ലഭിക്കും. തൊഴിലൊക്കെ ഒരു നഷ്ടത്തിലേക്ക് പോവുകയായിരിക്കാം. അവിടുന്ന് കരകയറുവാൻ ആണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. അതായത് അലസത വന്നുപെടും. ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. സ്വയം പ്രവർത്തിക്കുക, വിജയിക്കുവാനായിട്ട് സാധിക്കും. അത് അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക. വിദ്യാവിജയങ്ങൾ വന്നു ചേരും, തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും,
ധനം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് സുരക്ഷിതമായ കുടുംബജീവിതം നയിക്കുവാൻ, ഉത്തമ ദാമ്പത്യ ജീവിതം നയിക്കുവാനൊക്കെ ഭാഗ്യം ഉണ്ട്. അതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ, അതുപോലെ തന്നെ വിദേശത്ത് പോകുവാനും വിദേശത്ത് പഠിക്കുവാനോ ജോലിക്കോ ഒക്കെ പോകുന്നതിനും ഒക്കെ നല്ല അവസരമുള്ള സമയമാണ്. എല്ലാം ആലോചിച്ച് കറക്റ്റ് ചെയ്ത് പോയാൽ ദോഷങ്ങളൊന്നും വരികയുമില്ല. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും അതുപോലെ ഷെയർ ചെയ്യുന്നതും ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആ ദുരിതം മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ അറിയുവാൻ ജാതക നിലയിൽ, ഞാനിപ്പോൾ പറഞ്ഞത് ഗോചര ഫലമാണ്. ജാതക നിലയിൽ എന്താണ് നിങ്ങളുടെ ജാതകത്തിൽ ഉള്ളത് എന്നറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.